ആദവനാട് അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തിരൂർ നിറമരുതൂർ കാളാട് സ്വദേശി 36 വയസ്സുള്ള ഷംസുദ്ദീനാണ് മരിച്ചത്. ബന്ധുക്കളായ യുവാക്കൾക്കൊപ്പം കുളിക്കാനെത്തിയതായിരുന്നു. ഉടൻ നാട്ടുകാർ ചേർന്ന് കരയ്ക്കെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്ഥിരം അപകട മേഖലയായ ആദവനാട് അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിലാണ് അപകടമുണ്ടായത്. വെള്ളച്ചാട്ടത്തിന് താഴ്വാരത്തിൽ ബന്ധുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. ഉടൻ നാട്ടുകാർ ചേർന്ന് മുങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. ബന്ധുക്കളായ 4 യുവാക്കൾക്കൊപ്പം കുളിക്കാനെത്തിയതായിരുന്നു ഷംസുദ്ദീൻ. ഞായറാഴ്ചയായതിനാൽ അയ്യപ്പനോവ് വെള്ളച്ചാട്ടം കാണാൻ ധാരാളം സഞ്ചാരികളും എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തതിനാൽ ഇവിടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന്റെ നേരെ മുന്നിൽ തന്നെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വരുന്നവർ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടും അവിടെ തട്ടിയിട്ടും പറിച്ചു ഒഴിവാക്കാണ്. കമ്പിവേലിയൊക്കെ കെട്ടിയിരുന്നത് അതൊക്കെ നശിപ്പിച്ചിട്ടാണ് ഈ വരുന്നവർ. അവരിത് ഈ ഫേസ്ബുക്കിൽ നിന്നും ബാക്കിയുള്ളവരിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കണ്ടിട്ട് കിട്ടിയവരെ പറമ്പ് കൂടെ കയറിയിട്ട് നശിപ്പിച്ചിട്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉള്ളവരല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ ഈ അയൽവക്കത്തെ ഞങ്ങളെ പോലത്തെ അയൽവക്കത്തവർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമുക്ക് ഉടനെ കാണേണ്ടി വരും. തിരൂർ നിറമരുതൂർ കാളാട് സ്വദേശിയാണ് മരിച്ച ഷംസുദ്ദീൻ. ജോലി ആവശ്യാർത്ഥം ചെന്നൈയിൽ താമസമാക്കിയ ഷംസുദ്ദീൻ ഞായറാഴ്ച വൈകുന്നേരത്തെ ട്രെയിനിൽ ചെന്നൈയിലേക്ക് തിരിച്ചു പോകേണ്ടതായിരുന്നു. ഇതിനിടയിലാണ് ദുരന്തം സംഭവിച്ചത്. കേരള വിഷൻ, വളാഞ്ചേരി.